സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിനായി ജിമ്മുകളും ഫിറ്റ്നസ് സെന്ററുകളും ദുരുപയോഗം ചെയ്യപ്പെടുന്നതായുള്ള പരാതിയിൽ ഇടപെട്ടിരിക്കുകയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇതനുസരിച്ച് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര കായിക മന്ത്രാലയത്തിനും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യക്കും കമ്മീഷൻ കത്തയച്ചു. ജിമ്മുകൾ കേന്ദ്രീകരിച്ച് നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നതായും ആരോപണമുണ്ട്. 50-ൽ അധികം ചെറുപ്പക്കാരികൾ ഇരയാക്കപ്പെട്ടതായി മാധ്യമ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരം ചൂഷണങ്ങൾ പ്രതിരോധിക്കാൻ ജിമ്മുകൾക്കായി രാജ്യവ്യാപകമായി നിയന്ത്രണം മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കാനും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ജിമ്മുകളും ഫിറ്റ്നസ് സെന്ററുകളുമായും ബന്ധപ്പെട്ട് നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങൾ, നയങ്ങൾ, രജിസ്ട്രേഷൻ മാനദണ്ഡങ്ങൾ തുടങ്ങിയവ വിശദീകരിക്കുന്ന റിപ്പോർട്ട് സമർപ്പിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാരോട് കമ്മീഷൻ നിർദ്ദേശിച്ചു. ജിമ്മുകൾക്കും ഫിറ്റ്നസ് സെന്ററുകൾക്കുമായി നിലവിലുള്ള ദേശീയ നയങ്ങളെക്കുറിച്ചും നിയന്ത്രണ മാനദണ്ഡങ്ങളെക്കുറിച്ചും വിശദാംശങ്ങൾ തേടി യുവജനകാര്യ കായിക മന്ത്രാലയം സെക്രട്ടറിക്കും നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ജിമ്മുകൾ തുറക്കുന്നതിനുള്ള ആവശ്യകതകൾ, ലൈസൻസിംഗ്, മാർഗനിർദ്ദേശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ട് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലിനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും എല്ലാ സംസ്ഥാനങ്ങളിലെയും ജിമ്മുകൾക്ക് നിയന്ത്രണങ്ങൾ വരികയാണ്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുകയാണ്. ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഉയർന്ന ചൂട് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പകൽ 11 AM മുതൽ 3 PM വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. അതായത് ഈ ഒരു സമയങ്ങളിൽ പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക. നിർജ്ജലീകരണമുണ്ടാക്കുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കണം. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക. കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ തീർച്ചയായും സംസ്ഥാനത്ത് ഈ ഒരു ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഗുരുതരമായിട്ടുള്ള മറ്റു പല അസ്വസ്ഥതകൾക്കും രോഗങ്ങൾക്കും കാരണമായേക്കാം. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള പെൻഷൻ പദ്ധതിയുടെ തുക വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു തുക 10 ലക്ഷത്തോളം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഈ ഒരു തുക ലഭിച്ചിട്ടില്ല എന്ന് കമന്റിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ നൽകിയ രേഖകളിലെ പിഴവ് മൂലമാണ് ഈ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാത്തത്. അതിനായി നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ എവിടെയാണോ അപേക്ഷ നൽകിയത് അവിടെ ചെന്ന് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് അപേക്ഷ നൽകിയതെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി നിങ്ങളുടെ വിവരങ്ങൾ പരിശോധിക്കണം. ആധാർ നമ്പറിലെ തെറ്റായ വിവരങ്ങൾ, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിലെ തെറ്റായ കാര്യങ്ങൾ, മറ്റ് ജനന തീയതിയുമായി ബന്ധപ്പെട്ടുള്ള പിശകുകൾ തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടാത്തത്. ആധാർ അധിഷ്ഠിതമായാണ് ഇപ്പോൾ തുക വിതരണം നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ചെറിയ പിഴവുകൾ മതിയാകും നിങ്ങളുടെ ഈ ഒരു തുക തടഞ്ഞു വെക്കാൻ. അപ്പോൾ തീർച്ചയായും തിരുത്തലുകൾ വരുത്തി വീണ്ടും നിങ്ങളുടെ വിശദാംശങ്ങൾ റീസബ്മിറ്റ് ചെയ്യുവാനുള്ള അവസരമുണ്ട്. ആ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി ഈ ഒരു തുക നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.